7 ലക്ഷം രൂപ കൊടുക്കാം. 7 ലക്ഷം രൂപ കൊടുക്കാം. അതെ. ഡീസൽ പ്രസാ, ഓട്ടോമാറ്റിക് സിംഗിൾ ഓണർ വണ്ടി. 29,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 360 ക്യാമറ ഉണ്ട്. ഇതിന്റെ ഉള്ളിൽ ഒരു പുലിക്കുട്ടി ഇതാ ഇവിടെ കിടന്നുറങ്ങുന്നുണ്ട്. അതൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ പരിചയപ്പെടുന്നതായിരിക്കും. 2019 മോഡല് കംഫർട്ട് ലൈനിൽ കപ്പ് എഡിഷൻ എന്ന് പറഞ്ഞാൽ ലിമിറ്റഡ് എഡിഷൻ വരുന്ന വാഹനമാണ്. ഹലോ ഗൈസ്, മലയിൽ മീഡിയം പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് എംലെക്സ് കാർസ് പാണ്ടിക്കാടാണ് കേട്ടോ. ഗൈസ്, നിങ്ങൾ ആവശ്യപ്പെട്ട വണ്ടികൾ ഇവിടെ ഉണ്ട്. നല്ല ക്വാളിറ്റി വണ്ടികൾ 5-10 അധികം കൊടുത്താൽ തന്നെ സിംഗിൾ ഓണർ യൂസ് ചെയ്ത നല്ല കിലോമീറ്റർ കുറഞ്ഞ നല്ല ഉഷാറ് വണ്ടികളാണ് ഇവിടെ ഉള്ളത്. ഇവിടെ നോക്കി നിങ്ങൾ 2 സിയാസ്, ഇതൊക്കെ നോക്ക്, പക്കാ ക്വാളിറ്റി വാഹനം, സിംഗിൾ ഓണർ ഉപയോഗിച്ച വണ്ടി. ടയറൊക്കെ ഏകദേശം ഫുള്ള് ഉണ്ട്. പിന്നെ അതൊക്കെ സ്വിഫ്റ്റ്, നമുക്ക് കൈ എഴുതിയിട്ട് തൊടാൻ തോന്നുള്ളൂ. ഒരു സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും കാണാൻ സാധിക്കില്ല. അത് അതിൻ്റെ ഉള്ളിൽ ഒരു പുലിക്കുട്ടി ഇതാ ഇവിടെ കിടന്നുറങ്ങുന്നുണ്ട്. അതൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ പരിചയപ്പെടുന്നതായിരിക്കും. അവസാനം വരെ കാണുക, ആരും സ്കിപ്പ് അടിച്ച് പോകരുത്. ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങോട്ട് വരും. ഒരു മുതലെങ്കിൽ കാണിച്ചത് ഇത് ഇങ്ങോട്ട് നോക്കുകയാണേ, നോക്കി, പുതിയ ബലേനോ, ഷോറൂം കണ്ടീഷൻ വണ്ടി, കിലോമീറ്റർ കുറഞ്ഞ നല്ല കിടിലം വാഹനമാണ് കേട്ടോ ഇത്. ഇതിൻ്റെ പുറകുവശമൊക്കെ നോക്കുകയാണെങ്കിൽ കൊത്തിക്കൊണ്ടാവാൻ തോന്നും. അമ്മാരി ക്വാളിറ്റി വാഹനമാണ് കേട്ടോ. ഇതാ ഈ ഭാഗത്ത് കയറി ഇതാ കിടക്കണം പോളോ, നല്ല അടിപൊളി പോളോ, സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത കിടിലം വണ്ടി കേട്ടോ. നമുക്ക് ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, മുത്തുക്കാനോട് ചോദിക്കാം. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. മുത്തുക്ക, മലയിൽ മീഡിയയിലേക്ക് സ്വാഗതം. താങ്ക് യു. നമ്മുടെ ഷോപ്പിന്റെ പ്രോപ്പർ ലൊക്കേഷൻ എന്ന് പറഞ്ഞെടുത്താണ്. നമ്മുടെ കറക്റ്റ് വരുന്നത് പാണ്ടിക്കാട് മഞ്ചേ റോട്ടില് 2 കിലോമീറ്റർ കറക്റ്റ് സ്ഥലത്തേക്ക് വെള്ളുവങ്ങാട് എന്ന് പറയും. വെള്ളുവങ്ങാട്. അതെ, വെള്ളുവങ്ങാടാണ് നമ്മുടെ പ്രോപ്പർ ലൊക്കേഷൻ വരുന്നത്. എംലെക്സ് എന്നാണ് നമ്മുടെ ഷോറൂമിന്റെ പേര്. അതെ അതെ അതെ. ഓക്കെ. അപ്പൊ നമ്മുടെ ഷോപ്പിൽ ഏകദേശം എത്ര വണ്ടികൾ അവൈലബിൾ ആണ്? നമ്മളൊരു 10-25 വണ്ടിയോളം സ്റ്റോക്ക് ഉണ്ട് അല്ലേ? ഓക്കെ. എത്ര മുതൽ സ്റ്റാർട്ടിങ് റേറ്റ് ഒക്കെ? റേറ്റ് എന്ന് പറയുന്നത് നമ്മളത് ഇപ്പോ 2,30,000 രൂപ മുതൽ 11 ലക്ഷം രൂപ വരെ ഉള്ള വണ്ടികളുണ്ട് അവൈലബിൾ ആണ്. ഇപ്പൊ നമ്മളെ കയ്യിൽ നിന്ന് ഒരു കസ്റ്റമർ വാഹനം എടുത്തതിന് ശേഷം എന്തെങ്കിലും കംപ്ലൈന്റോ ഫ്ലഡഡ് വെഹിക്കിൾ ആണോ എന്ന് നിങ്ങൾ അറിഞ്ഞാല് നിങ്ങൾ എന്താണ് അതിനൊരു പരിഹാരമായിട്ട് ചെയ്തു? നമ്മൾ ആ വണ്ടി തിരിച്ചെടുത്തിട്ട് അവർക്ക് അവരുടെ എക്സ്പെൻസ് അടക്കം തിരിച്ചു കൊടുക്കും. നഷ്ടമായ എക്സ്പെൻസ് അടക്കം തിരിച്ചു കൊടുക്കും. അത്രയും ഗ്യാരണ്ടി. നമ്മുടെ വണ്ടിക്ക് എന്ത് റീപ്ലേസ് നമ്മൾ തുറന്ന് പറഞ്ഞിട്ടേ കൊടുക്കുള്ളൂ. നമ്മൾ പറയുന്നതിന്റെ അപ്പുറത്ത് നമ്മുടെ വണ്ടിക്ക് ഫോൾട്ട് ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ നമുക്ക് തിരിച്ചെടുക്കാം. ഗ്യാരണ്ടി അത് നമ്മള് ഗ്യാരണ്ടി കൊടുക്കുകയാണ്. 100% ഗ്യാരണ്ടി. നമ്മളെ എംലെക്സിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? എംലെക്സിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മള് ഒരു 99% നമ്മളെ കയ്യിലുള്ള വാഹനങ്ങൾ എന്ന് പറയുന്നത് സിംഗിൾ ഓണർ, ലോ കിലോമീറ്റർ. 99%. അതെ, അത് നമ്മൾ പർച്ചേസ് ചെയ്യുക പാർട്ടിന്റെ കയ്യിൽ നിന്നാണോ അതോ നമ്മൾ പാർട്ടിന്റെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്യുക? അതുപോലെ തന്നെ അവരുടെ ഫാമിലി ഉപയോഗിച്ച വാഹനങ്ങൾ നമ്മുടെ കയ്യിലുള്ള ഒരു 95% വണ്ടികളും നമ്മള് പിന്നെ അടുത്ത ആർ ടി ഓഫീസുകളുടെ വണ്ടികളായിരിക്കും. അത് മണ്ണാർക്കാട്, പാലക്കാട്, നമ്മളെ ജില്ലയിലും അടുത്ത ജില്ലകളിൽ, നമ്മുടെ പുറം ജില്ലകളിലുള്ള വണ്ടികൾ നമ്മളടുത്ത് കുറവായിരിക്കും. സപ്പോസ് ചിലപ്പോഴൊക്കെ വരാറുണ്ട്. അതെ, റീപ്ലേസ്മെന്റ് ഉള്ള വണ്ടികളും അതുപോലെ തന്നെ 99%ഉം നമ്മളടുത്തുള്ള വണ്ടികള് റീപ്ലേസ് ഇല്ലാത്ത വണ്ടികളായിരിക്കും. അപ്പോൾ വണ്ടികൾ ഉണ്ടായിരിക്കും. വർക്ക്ഷോപ്പ് നാളെ കൊടുത്തിട്ടോ ഇവിടുന്ന് കമ്പനി കൊണ്ടുപോയിട്ട് ഹിസ്റ്ററി കാര്യങ്ങൾ എല്ലാ സൗകര്യങ്ങളും നോക്കിയിട്ട് തൃപ്തിയായ വാഹനം എടുത്താൽ. അതെ അതെ അതെ, 100%. നമ്മളെ മലയിൽ മീഡിയ പ്രേക്ഷകർ വന്നാല് എന്താണ് നമുക്ക് ഓഫർ കൊടുക്കാൻ പറ്റുക? മലയിൽ മീഡിയ വരുന്നവർക്ക് നമ്മൾ സ്പെഷ്യൽ ഓഫർ ചെയ്ത് കൊടുക്കുന്നതാണ്. സ്പെഷ്യൽ ഓഫർ ചെയ്ത് കൊടുക്കാൻ പറ്റും. എല്ലാ വണ്ടിയും എന്താ ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കും? മാക്സിമം ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കുന്നു. മാക്സിമം ഡിസ്കൗണ്ട്. നിങ്ങളുടെ വീഡിയോ കണ്ടിട്ട് വരുന്ന കസ്റ്റമർ എന്ന് പറഞ്ഞാല് പ്രത്യേകം നമ്മള് അവര് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം നമ്മൾ പറഞ്ഞ റേറ്റിന് മാക്സിമം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് തരും. മലയിൽ മീഡിയ തന്നെ പറയണം. അപ്പൊ നമുക്ക് സമയം കളയാതെ നേരെ ഓരോ വണ്ടികളായിട്ട് പരിചയപ്പെടാല്ലേ. ആദ്യമായിട്ട് ലോ കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർ സിയാസ് പരിചയപ്പെടാല്ലേ. ഹൈ ക്വാളിറ്റി വാഹനം. ഇതിന്റെ ഡീറ്റെയിൽസ് എന്താണ്? ഇത് 2020 മോഡല്, ടോപ്പ് എൻഡ് വേരിയന്റ് ആണ്. പെട്രോള് വെറും 12,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. 12,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ. സിംഗിൾ യൂസ് ആണ്. സിംഗിൾ ഓണർ വെഹിക്കിള്. റീപ്ലേസ്മെന്റ് ആക്സിഡന്റ് ഒന്നുമില്ല. മേജർ ആക്സിഡന്റ്സോ കാര്യങ്ങളോ റീപ്ലേസോ മൈനർ പോലും ഇല്ല. ഒന്നുമില്ല അല്ലെ. പിന്നെ വണ്ടി ഏകദേശം മൈലേജ് എത്ര കിട്ടും? മൈലേജ് പറയുന്നത് കമ്പനി പറഞ്ഞത് ഹൈബ്രിഡ് ആണ് ഇത് വരുന്നത്. ഹൈബ്രിഡ് ആണ്. കമ്പനി പറയണത് 18 റേഞ്ച് ഒക്കെ കിട്ടുന്നതാണ് കമ്പനി പറയുന്നത്. ഓക്കെ. ആവറേജ് മൈലേജ് കിട്ടുന്ന വാഹനമാണ്. ഫുൾ ഓപ്ഷൻ ആണ്. 4 അലോയ് വീൽസ്. ടയർ ഒരു 80% എബോ ടയർ കാര്യങ്ങളൊക്കെ. വലിയൊരു വശത്തോട്ട് നോക്കുകയാണെങ്കിൽ സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ പക്കാ നീറ്റിൽ തന്നെയാണ് വരുന്നത്. ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ഉണ്ട്. ഓട്ടോമാറ്റിക് AC, എയർ ബാഗ്സ് വരുന്ന പക്കാ ക്വാളിറ്റി വാഹനം. ഒരു സ്ക്രാച്ചോ ഡെന്റോ ഒന്നും നിങ്ങൾക്ക് കാണാൻ സാധിക്കൂല അല്ലേ. നമ്മൾ എത്രയാണ് വണ്ടിക്ക് ആസ്കിംഗ് പ്രൈസ്? ഇത് നമ്മൾ 9,40,000 രൂപയാണ്.
9,40,000 ആസ്കിംഗ് പ്രൈസ് ആണ്. ആസ്കിംഗ് പ്രൈസ്, നെഗോഷ്യബിൾ ആയിട്ടുള്ള പ്രൈസ് ആണ്. സിംഗിൾ ഓണർ, ലോ കിലോമീറ്റർ ഉപയോഗിച്ച നല്ല ക്വാളിറ്റി വാഹനം, ഹൈബ്രിഡ് അല്ലേ? അതെ അതെ, ഹൈബ്രിഡ്. തീർച്ചയായിട്ടും ഒരു അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് ആണ്. അത് നമുക്ക് ആസ്കിംഗ് പ്രൈസ് ആണ്, നെഗോഷ്യബിൾ റേറ്റ് ആണ് കേട്ടോ. എത്ര ലോൺ കിട്ടും നമുക്ക്? അതിന്മേൽ മാക്സിമം ലോണ് 95% ലോണും കയറൂല്ലേ? അപ്പൊ ഒരു ചെറിയൊരു തുക ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ ഇറക്കാൻ സാധിക്കുമല്ലോ. അപ്പൊ അതേ ഒരു വാഹനം വീണ്ടും ഒരു സിയാസ് പരിചയപ്പെടാം. ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ വരുന്നത്? ഇത് 2018 മോഡല്, 18 മോഡല്, സിഗ്മ വേരിയന്റ് വരുന്നത്, ബേസ് മോഡലാണ് വരുന്നത്. 4 ഡോർ വിൻഡോ കാര്യങ്ങളൊക്കെ, അലോയ് വീൽസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അലോയ് വീൽസ് ചെയ്തിട്ടുണ്ട്. ഓണർഷിപ്പ് ഒക്കെ എത്ര വരുന്നത്? ഓണർഷിപ്പ് സിംഗിൾ ഓണർ വണ്ടിയാണ്. കിലോമീറ്റർ 1,20,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. പ്രോപ്പർ സർവീസ് കാര്യങ്ങള്, മേജർ ആക്സിഡന്റ്സ് ഒന്നുമില്ല. ഇത് പെട്രോൾ ഡീസലാ? ഇത് പെട്രോളാ വരുന്നത്. പെട്രോളാണ് വരുന്നത്. ഓക്കെ, നല്ല അത്യാവശ്യം തരക്കേടില്ലാത്തൊരു വാഹനമാണ്. ഇന്ത്യൻ വശത്തോട്ട് വരികയാണെങ്കിൽ സീറ്റ് കവേഴ്സ് എക്സ്ട്രാ ചെയ്തിട്ടുണ്ട് അല്ലേ? നല്ല ക്വാളിറ്റി സീറ്റ് കവർ ആണ്. ഹാൻഡ് റെസ്റ്റ് ഉണ്ട്, പിന്നെ കമ്പനി സ്റ്റീരിയോ വരുന്നുണ്ട്. എ സി ഒക്കെ പക്കാ കൂളിംഗ് കൂളിംഗ് അല്ലേ? എയർ ബാഗ്സ് ആരെങ്കിലും വരുന്നുണ്ടോ? എയർ ബാഗ്സ് വരുന്നുണ്ട് അല്ലേ? വരുന്നുണ്ട്. പിന്നെ ബാക്കില് റിയർ സൈഡില് ഹാൻഡ് റെസ്റ്റ് കാര്യങ്ങളൊക്കെ വരുന്ന വാഹനമാണ്. എത്രയാണ് നമ്മൾ ആസ്കിംഗ് പ്രൈസ്? ഇത് 5,75,000 രൂപ. 5,75,000 രൂപ കൊടുക്കാം. അതില് ലോൺ കയറ്റി കൊടുക്കാൻ പറ്റുമോ? ലോൺ മാക്സിമം ലോൺ കയറും. ഏകദേശം എത്ര ശതമാനം കയറും? ഒരു 90%. ഒരു 1,00,000 രൂപ കണ്ട് ഇറക്കാൻ പറ്റും. തീർച്ചയായിട്ടും ചെറിയ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ നല്ല ക്വാളിറ്റി വാഹനം സ്വന്തമാക്കാം അല്ലേ? അപ്പൊ നെക്സ്റ്റ് ആയിട്ട് സ്വിഫ്റ്റ് പരിചയപ്പെടാം. റെഡ് കളർ എല്ലാവരും ആവശ്യപ്പെടുന്നതും ഡിമാൻഡ് ഉള്ള ഒരു കളറാണ്. പിന്നെ ഡീസൽ പെട്രോൾ? ഡീസൽ വണ്ടിയാണ്. ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ ഇത് 2019 മോഡലാണ്, VDI ആണ്. വെറും 65,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സെക്കൻഡ് ഓണറിൽ വരുന്ന വാഹനമാണ്. കമ്പനി ഹിസ്റ്ററി കാര്യങ്ങള്, പ്രോപ്പർ സർവീസ് കാര്യങ്ങളൊക്കെ ഉള്ള വാഹനമാണ്. സെക്കൻഡ് ഓണർ ആണ്, ഡീസൽ ആണ്. മൈലേജ് കിട്ടുമ്പോൾ ഡീസൽ നിർത്തിയോണ്ട് നല്ല എൻക്വയറി ഉള്ള ഒരു വാഹനമാണ് അല്ലേ? അതെ. ഡീസൽ നിർത്തിയോണ്ട് ഡിമാൻഡ് എൻക്വയറി ഉള്ള ഒരു വാഹനമാണ്. ടയർ ഒരു ആവറേജ് ടയർ വരുന്നുണ്ട്. പുറകുവശമൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു വാഹനമാണ്. സ്പോയിലേഴ്സ്, ലൈൻ ഗാർഡ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇന്ത്യയിൽ വശത്തോട്ട് വരികയാണെങ്കിൽ നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി ഇന്റീരിയർ ആണ് കേട്ടോ. സീറ്റ് കവർ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്, പിന്നെ വലിയൊരു ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്, പിന്നെ സ്റ്റിയറിംഗ് കൺട്രോൾ കാര്യങ്ങളൊക്കെ വരുന്ന വാഹനമാണ്. എയർ ബാഗ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ. നല്ല കണ്ടീഷൻ വാഹനം. നമ്മൾ എത്രയാണ് അപ്പൊ വണ്ടിക്ക് ആസ്കിംഗ് പ്രൈസ്? നമ്മളത് 7,10,000 രൂപ. 7,10,000 രൂപ ഡീസൽ വണ്ടി കൊടുക്കാം. 2019 വണ്ടി അല്ലേ? VDI ഓപ്ഷൻ ആണ്. റീപ്ലേസ്മെന്റ് ആക്സിഡന്റ് ഒന്നും ഇല്ലാത്ത ക്വാളിറ്റി വാഹനം അല്ലേ? ഓക്കെ, ലോൺ കിട്ടൂല? ഒരു 80% കയറ്റാം. 80% ലോണും കിട്ടും. നെക്സ്റ്റ് ആയിട്ട് ഒരുപാട് എക്സ്ട്രാ ഫിറ്റിംഗ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള വാഹനം, 360 ക്യാമറ അടക്കം ചെയ്തിട്ടുള്ള സ്വിഫ്റ്റ് അല്ലേ? ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞാണേ. ഇത് 2021 മോഡൽ VXI AGS ഓട്ടോമാറ്റിക് സിംഗിൾ ഓണർ വണ്ടി. 29,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അല്ലേ? 360 ക്യാമറ ഉണ്ട്. അത്യാവശ്യം നല്ലൊരു എമൗണ്ട് മുടക്കി ചെയ്തിട്ടുണ്ട് അല്ലേ? അതെ. ഓപ്ഷൻ ഏതാണ്? VDI VXI ആണ്. അലോയ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഡയമണ്ട് അലോയ് ചെയ്തിട്ടുണ്ട്. ടയർ ആവറേജ് ടയർ തീർന്നിട്ടുണ്ട്. പക്ഷെ കസ്റ്റമർക്ക് നമുക്ക് 4 പുത്തൻ ടയർ ഇട്ട് കൊടുക്കാം. അതെ, വണ്ടി ഡെലിവറി സമയത്ത് പുത്തൻ ടയർ, അതായത് ഒറിജിനൽ ടയർ 4 നമ്മൾ ചെയ്ത് കൊടുക്കും. 4 ടയർ പുത്തൻ ഇട്ടിട്ട് എങ്ങനെ തരുള്ളൂ. ടയറിന് ഉണ്ട് അത്യാവശ്യം എമൗണ്ട് കേട്ടോ. ഓക്കെ, നമ്മള് പുറകുവശത്തോട്ടൊക്കെ വരികയാണെങ്കിൽ നല്ല നീറ്റിൽ തന്നെയാണ്. ഒരു സ്ക്രാച്ചോ കാര്യങ്ങളോ നമുക്കൊന്നും കാണാൻ സാധിക്കില്ല കേട്ടോ. ഇതിന്റെ അട്രാക്റ്റീവ് ഭാഗം ഇതിന്റെ ഇന്റീരിയർ ആണ്. ഇന്റീരിയർ വശത്തോട്ടൊക്കെ വരികയാണെങ്കിൽ നല്ല അടിപൊളി ഒരു വലിയ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ എയർ ബാഗ്സ് വരുന്നുണ്ട്. സീറ്റ് കവേഴ്സ് ചെയ്തിട്ടില്ല, ഓട്ടോമാറ്റിക് ആണ് വാഹനം. സ്റ്റിയറിംഗ് കൺട്രോൾ വരുന്നുണ്ട്. ക്വാളിറ്റി ഇന്റീരിയർ തന്നെയാണ് കേട്ടോ. ഹാൻഡ് റെസ്റ്റ് ഒക്കെ വരുന്നുണ്ട്. എത്രയാണ് ആസ്കിംഗ് പ്രൈസ് വണ്ടിക്ക്? നമ്മൾ 7,00,000 രൂപയില് 7,50,000 രൂപയില് 4 പുത്തൻ ടയറുകൾ നമ്മൾ ചെയ്ത് കൊടുക്കും. 7,00,000 രൂപയിൽ 4 പുത്തൻ ടയറിന് തന്നെ അത്യാവശ്യം എമൗണ്ട് ഉണ്ട്. എമൗണ്ട് വരും. ഒരു 20,000 രൂപയോളം. 20,000 രൂപ എക്സ്ട്രാ വരും. പിന്നെ നമ്മൾ പറയുന്നതിൽ എന്തായാലും നെഗോഷ്യബിൾ ആയിട്ട് ചെയ്തു കൊടുക്കും ചെയ്യില്ലേ? മലയാളം മീഡിയക്ക് എന്തെങ്കിലും ചെറിയൊരു എമൗണ്ട് എന്തായാലും വ്യത്യാസം വരുത്തി തരുന്നതായിരിക്കും. നല്ല ക്വാളിറ്റി ഉള്ള വാഹനം തിരഞ്ഞെടുക്കുന്നവർക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ നമുക്ക് ചെയ്തു കൊടുക്കാം കേട്ടോ. അപ്പൊ അടുത്തായിട്ട് നല്ല അടിപൊളി ഒരു പുലിക്കുട്ടിട്ടോ. ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ വരുന്നത്? ഇത് 2018 മോഡലാണ്. 4x4 അല്ലേ? അതെ, ഹാർഡ് ടോപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അലോയ്സ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് എക്സ്ട്രാ ഫിറ്റിംഗ്സ് ചെയ്തിട്ടുണ്ട്. ആവറേജ് ടയറും വരുന്നുണ്ട് അല്ലേ? അത്യാവശ്യം നല്ല 50-60% ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഹാർഡ് ടോപ്പ് ആക്കാൻ തന്നെ ഒരുപാട് എമൗണ്ട് വരും. തീർച്ചയായിട്ടും ഏകദേശം ഒരു 1 lakhന്റെ ഉള്ളിൽ ആയിട്ട് വരുന്നുണ്ട്. തീർച്ചയായിട്ടും വരുന്നൊരു വാഹനമാണ്. ബാക്കിലെ ടയർ ഫുൾ കട്ട ടയർ ഉണ്ട് അല്ലേ? അതെ. പുറകിൽ ഫുൾ കട്ട ടയർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ വണ്ടിക്ക്? മേജർ ആക്സിഡന്റ്സ് കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ഇന്ത്യയുടെ വശത്തോട്ട് വരികയാണെങ്കിൽ നല്ല ഇന്ത്യയുടെ തന്നെ 2 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്.
പിന്നെ നല്ല കിടിലൻ സീറ്റ് കവേഴ്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ റൂഫൊക്കെ നോക്കുകയാണെങ്കിൽ തന്നെ നല്ല അടിപൊളി റൂഫ് കേട്ടോ. നല്ല കുറെ അധികം വർക്ക് എടുത്ത വാഹനമാണ് കേട്ടോ. ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ എത്രയാണ് വണ്ടിക്ക് ആസ്കിംഗ്? 8,50,000 രൂപയാണ്. 8,50,000 ചോദിക്കണ്ടേ? എത്ര കിലോമീറ്റർ ഓടിയുള്ളത്? 1 lakh ഓടിയിട്ടുണ്ട്. കമ്പനി സർവീസ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പൊ ചെറിയൊരു തുക ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഇറക്കാനും സാധിക്കും. നമ്മള് ലോണ് കൂടുതലായിട്ട് നമ്മള് ഇത് ചെയ്യണില്ല, പ്രൊമോട്ട് ചെയ്യണില്ല. കസ്റ്റമർക്ക് ആവശ്യമുള്ളവർക്ക് നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കും. ഓക്കെ ഓക്കെ. അപ്പൊ നെക്സ്റ്റ് ആയിട്ട് ചെറുവണ്ടി പരിചയപ്പെടാം അല്ലേ? ഓക്കെ, ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ വരുന്നത്? ഇത് 2015 മോഡല് അൾട്ടോ 800 LXi. ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ. ഏകദേശം എത്ര കിലോമീറ്റർ? 1 lakh ഓടിയിട്ടുണ്ട്. അതെ. പിന്നെ ആക്സിഡന്റ് എന്തെങ്കിലും ഉണ്ടോ? മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ഗ്യാരണ്ടി പറയാല്ലേ. ആവറേജ് ടയർ കാര്യങ്ങളൊക്കെ വരുന്ന വാഹനമാണ്. പുറകുവശത്തോട്ട് വരികയാണെങ്കിൽ നല്ല വൃത്തിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത്. ഇന്ത്യൻ വശത്തോട്ടൊക്കെ വരികയാണെങ്കിൽ തന്നെ എക്സ്ട്രാ പൈനറിന്റെ സെറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടല്ലേ? എ സി ഒക്കെ കൂളിംഗ് അല്ലേ? എ സി കാര്യങ്ങൾ കൂളിംഗ് ആണ്. സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്ന വാഹനമാണ്. എത്രയാണ് നമ്മൾ ആസ്കിംഗ് പ്രൈസ്? 2,30,000 രൂപ. 2,30,000 കൊടുക്കുക. അത് ലോൺ കയറ്റാൻ പറ്റുമോ? ഒരു ചെറിയൊരു തുക ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ സ്വന്തമാക്കാം. ഇനി അടുത്തത് ഒരുപാട് ഡിമാൻഡ് ഉള്ള ഒരു വാഹനം അല്ലേ, എത്തിയോസ്. ഇതിന്റെ ഡീറ്റെയിൽസ് എത്തിയോസ് ലീവ 2016-17 രജിസ്റ്റർ. പ്ലാറ്റിനം ടൈപ്പ് ഒറിജിനൽ കേരള വണ്ടി. അതെ. ഓണർഷിപ്പ് സിംഗിൾ ഓണർ വണ്ടി. 99,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. പക്ക കമ്പനി സർവീസ്. കേരള വണ്ടിയല്ലേ? കേരള വണ്ടി. ഒറിജിനൽ കേരള. 4 പുത്തൻ ടയർ ഉണ്ട്. നല്ല അട്രാക്റ്റീവ് അലോയ് വീൽ വരുന്നുണ്ട്. പുറകുവശത്തോട്ടൊക്കെ വരികയാണെങ്കിൽ സ്പോയിലർ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. VXD ആണ് വരുന്നത്. അതെ, VXD ഫുൾ ഓപ്ഷൻ ആണ് വരുന്നത്. ഇന്റീരിയർ ഭാഗത്തോട്ട് നോക്കുകയാണെങ്കിൽ നല്ല തരക്കേടില്ലാത്ത അടിപൊളി ഇന്റീരിയർ ആണ്. പിന്നെ നല്ല കമ്പനി സെറ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. AC ഒക്കെ പക്ക കൂളിംഗ് അല്ലേ? പക്ക കൂളിംഗ്. എല്ലാ ഭാഗവും വർക്കിംഗ് കണ്ടീഷൻ. ഓക്കെ, ഒരു ഭാഗം അപാകതകളോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത. ഓക്കെ, അപ്പൊ എത്രയാണ് ആസ്കിംഗ് പ്രൈസ് വണ്ടിക്ക്? ഇത് നമ്മൾ ആസ്ക് ചെയ്യുന്നത് 6,75,000 രൂപ. ഓക്കെ, 6,75,000 രൂപയ്ക്ക് വണ്ടി കൊടുക്കാം. അതിൽ ലോൺ എത്ര കയറും? അതും മാക്സിമം ലോൺ കയറും. 80-90 നല്ല മൈലേജ് ഉണ്ടാവും. പിന്നെ പൊതുവെ മെയിൻ്റെനൻസ് കുറവാണല്ലേ? ടൊയോട്ട ലിവക്ക് പ്രത്യേകിച്ച് മെയിൻ്റെനൻസ് കുറവാണ്. ഡിമാൻഡ് ഉള്ള ഒരു വാഹനമാണ്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ആയിട്ട് ബലേനോ പരിചയപ്പെടാം. നല്ലൊരു പുത്തൻ വണ്ടി അല്ലേ? സ്ക്രാച്ച് ഒന്നും ഇല്ലാത്ത നല്ല അടിപൊളി വണ്ടി. ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ വരുന്നത്? ഇത് 2020 മോഡല് സീറ്റ വേരിയന്റ് ആണ്. അതെ. അതില് ആൽഫയുടെ ഹെഡ്ലൈറ്റും പിന്നെ LCD കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. കമ്പനി തന്നെ ചെയ്തിട്ടുണ്ടല്ലേ? ടോപ്പ് എൻഡ് വേരിയന്റിന്റെ ഇത് ചെയ്തിട്ടുണ്ട്. ഡയമണ്ട് കട്ട് അലോയ് വീൽസ് ആക്കിയിട്ടുണ്ട്. ടയർ ആവറേജ് ടയറും വരുന്നുണ്ട്. പുറകുവശത്തോട്ട് വരികയാണെങ്കിൽ ഒരുപാട് എക്സ്ട്രാ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. റിവേഴ്സ് ക്യാമറ വരുന്നുണ്ട്. ഒരുപാട് ഫീച്ചേഴ്സ്. വണ്ടി വല്ല ആക്സിഡന്റ് റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ? ചെറിയൊരു മൈനർ റീപ്ലേസ് ഉണ്ട്. അതായത് ഒരു ഡോറ് സ്ക്രാച്ചിൽ കമ്പനിയിൽ ക്ലെയിം ചെയ്ത് മാറിയിട്ടുണ്ട്. മേജർ ആക്സിഡന്റ് ഒന്നുമില്ല. ഓക്കെ, അപ്പൊ ഇന്ത്യയുടെ വശത്തോട്ട് വരികയാണെങ്കിൽ ഓട്ടോമാറ്റിക് AC, ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം, എയർ ബാഗ്, സീറ്റ് കവേഴ്സ് ഒക്കെ വരുന്ന വാഹനമാണ്. ഹാൻഡ് റെസ്റ്റ് വരുന്നുണ്ട്. നമ്മൾ എക്സ്ട്രാ ഒന്നും ചെയ്യേണ്ടതല്ല. വെറും 33,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർ. പെട്രോള്. അത്യാവശ്യം മൈലേജും കിട്ടും. എത്രയാണ് അപ്പൊ ആസ്കിംഗ് പ്രൈസ് വണ്ടിക്ക്? നമ്മൾ 7,35,000 രൂപ. 7,35,000 രൂപ വണ്ടി. അതിൽ ലോൺ എത്ര കയറും? മാക്സിമം കയറും. ലോൺ കയറും. 80% ലോൺ. 85-90% അപ്പൊ ബലേനോ എടുക്കാൻ താല്പര്യമുള്ളവര് എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്തു. അപ്പൊ നെക്സ്റ്റ് ഒരു ചെറുവണ്ടി പരിചയപ്പെടാം. ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ വരുന്നത്? ചെലറിയോ 2020 മോഡൽ ഓട്ടോമാറ്റിക് VXi വേരിയന്റ് ആണ്. ഓണർഷിപ്പ് സിംഗിൾ ഓണർ വണ്ടി. കിലോമീറ്റർ 7,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓട്ടോമാറ്റിക് വാഹനങ്ങൾ ചെറിയ ഫാമിലിക്ക് ലേഡീസിനൊക്കെ പറ്റിയ വാഹനം അല്ലേ? അതെ. പിന്നെ ആക്സിഡന്റ് ഒന്നും ഇല്ലല്ലോ വണ്ടി? ഒന്നുമില്ല. നല്ല അത്യാവശ്യം തിരക്കേടില്ലാത്ത വാഹനമാണ്. ടയറൊക്കെ ഒരു ആവറേജ് ടയർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമ്മൾ ഇന്ത്യൻ വശത്തോട്ട് വരികയാണെങ്കിൽ നല്ല അടിപൊളി സീറ്റ് കവർ ചെയ്തിട്ടുണ്ടല്ലേ? പിന്നെ സ്റ്റീരി വരുന്നുണ്ട്. AC ഒക്കെ പക്കാ കൂളിംഗ് അല്ലേ? വർക്കിംഗ്. എല്ലാ ഭാഗങ്ങളും വർക്കിംഗ് ആണ്. എത്രയാണ് നമ്മൾ ആസ്കിംഗ് പ്രൈസ് വണ്ടി? 5,90,000 രൂപ. 5,90,000 രൂപ വണ്ടി കൊടുക്കാം. അതെ. അതിൽ ലോൺ ആയിട്ട് കൊടുക്കാൻ പറ്റുമോ? മാക്സിമം ലോണും കേട്ടാലോ. അപ്പൊ ഒരുപാട് പേര് അന്വേഷിക്കുന്ന ഒരു വാഹനമാണ് ഡീസൽ ക്രെറ്റ. അതിൽ വളരെ റെയർ ആയിട്ടുള്ള സാധനമാണ് ഓട്ടോമാറ്റിക്. അതെ. ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയായിരുന്നു? ഇത് 2016 മോഡല് SX പ്ലസ് ആണ് വേരിയന്റ് വരുന്നത്. ഓട്ടോമാറ്റിക് ആണ്. 1,40,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഓണർഷിപ്പ് സെക്കൻഡ് ആണ്. കമ്പനി സർവീസ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. 80-90% ടയർ ഉണ്ട്. മാക്സിമം ടയർ ഉണ്ട്. ഓപ്ഷൻ ഏതായിരുന്നു? SX പ്ലസ്. അപ്പൊ ടോപ്പ് എൻഡ് വേരിയന്റ് താഴെയുള്ളത്. തൊട്ട് താഴെയുള്ളത്. അതെ.
ഡീസലാണ്. മൈലേജ് ഒക്കെ ഏകദേശം ഒരു 15-16 ഏകദേശം നമുക്ക് പ്രതീക്ഷിക്കാം. ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് നമ്മള് ഇന്ത്യൻ ഭാഗത്തോട്ടൊക്കെ വരികയാണെങ്കിൽ നല്ല അടിപൊളി സീറ്റ് കവർ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്, ഹാൻഡ് റെസ്റ്റ് വരുന്നുണ്ട്, ബട്ടൺ സ്റ്റാർട്ട്, എയർ ബാഗ് കാര്യങ്ങളൊക്കെ വരുന്ന വാഹനമാണ്. എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്, ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ഒക്കെ വരുന്ന ബിൽഡ് ക്വാളിറ്റി ഉള്ള വാഹനം. റീപ്ലേസ്മെന്റ് ആക്സിഡന്റ് എന്തെങ്കിലും മെയിൻ ഗ്ലാസ് മാറിയിട്ടുണ്ട്. മേജർ ആക്സിഡന്റ്സ് അല്ല, അബ്രോണോ കാര്യങ്ങളോ ബോണറ്റോ കാര്യങ്ങളോ വർക്കൊന്നും എടുത്തിട്ടില്ല. മെയിൻ ഗ്ലാസ് റീപ്ലേസ് മേജർ പരിപാടി കാര്യങ്ങളൊന്നും ഇല്ലാത്ത നല്ല ക്വാളിറ്റി വാഹനമാണ്. അപ്പൊ നമുക്ക് എത്ര ചെയ്ത് കൊടുക്കാൻ വേണ്ടിക്ക് ഇത് നമ്മള് 8,95,000 രൂപയാണ് ആസ്ക് ചെയ്യണല്ലേ. ഓക്കെ, ഓട്ടോമാറ്റിക് വാഹനമാണ്. 8,95,000 വണ്ടി കൊടുക്കുന്നത് നല്ല പ്രൈസ് ആണ്. ഡീസൽ ആണ് കേട്ടോ. അപ്പൊ നെക്സ്റ്റ് ആയിട്ട് നല്ലൊരു വൃത്തിയുള്ള സെലേറിയോ പരിചയപ്പെടാം. ഇതിന്റെ ഡീറ്റെയിൽസ് അതിന് വരുന്നത് ഇത് 2017 മോഡലാണ്. 33,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 33,000 കിലോമീറ്റർ ഓടി. ഓണർ അപ്പൊ സിംഗിൾ ആയിരിക്കും. സിംഗിൾ ഓണർ VXi. ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി. പെട്രോൾ ഏകദേശം എത്ര മൈലേജ് കിട്ടുമ്പോ 16-18 മാനുവൽ അല്ലേ വണ്ടി? മാനുവൽ വാഹനമാണ്. 2016-17 33,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഒന്നുമില്ല. ടയർ കാര്യങ്ങളൊക്കെ പുതിയത്, 2 ടയർ പുതിയത് നമ്മൾ ഇട്ടിട്ടുണ്ട്. പുത്തൻ ടയർ വരുന്നുണ്ടല്ലേ? ഓക്കെ, 2 ടയർ പുത്തൻ ടയറാണ്. നല്ല ക്വാളിറ്റി. 2 ടയർ 70% 2 ടയർ 70% വരുന്നുണ്ട്. VXi ആണ്. മൈലേജ് ഒരു ആവറേജ് വശത്തോട്ടൊക്കെ വരികയാണെങ്കിൽ സെറ്റ് എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. എയർ ബാഗ് വരില്ല അല്ലേ? എയർ ബാഗ് വരുന്നില്ലല്ലേ? 4 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്. പിന്നെ സീറ്റ് കവേഴ്സ് എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒട്ടുമിക്ക എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്ന ബേസിക് ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്ന വാഹനമാണ്. അപ്പൊ എത്രയാണ് നമ്മൾ വണ്ടിക്ക് ചോദിക്കണേ? ഇത് നമ്മൾ ആസ്ക് ചെയ്യുന്ന പ്രൈസ് 3,65,000 രൂപ. 3,65,000 വണ്ടി കൊടുക്കും. അതെ. ചെറുതായിട്ട് വ്യത്യാസങ്ങൾ വരുത്തി കൊടുക്കാം. ഇപ്പൊ ഈ പറഞ്ഞ പ്രൈസിലൊക്കെ എന്തെങ്കിലുമൊക്കെ നമുക്ക് വ്യത്യാസം വരുത്തി കൊടുക്കുകയും ചെയ്യാം. മേജർ ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത നല്ല ക്വാളിറ്റി വാഹനം. നമുക്ക് നല്ലൊരു വാഗനർ പരിചയപ്പെടല്ലേ. ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ വരുന്നത്? ഇത് 2013 മോഡൽ VXi വാഗനർ. ഓണർഷിപ്പ് തേർഡ് ആയിട്ടുണ്ട്. തേർഡ് ഓണർ. എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? 90,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 90,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. പിന്നെ സർവീസ് ഒക്കെ പക്കല്ലേ? കമ്പനി സർവീസ് ഒരു 50,000 വരെ ഒക്കെ ഉള്ളൂ കമ്പനിയിലുള്ളത്. കമ്പനി ഹിസ്റ്ററി പിന്നെ പുറത്തുനിന്നാണ് ചെയ്തിട്ടുള്ളത്. ബാക്കിയൊക്കെ പുറത്തുനിന്ന് ചെയ്തിട്ടുള്ളത്. ആവറേജ് കണ്ടീഷൻ വണ്ടിയാണ്. അതിനനുസരിച്ചുള്ള റേറ്റിൽ നമുക്ക് കൊടുക്കാൻ സാധിക്കും. അതെ. നമ്മൾ എത്രയാണ് ചോദിക്കണം? അപ്പൊ നമ്മള് 3 രൂപ 3 ലക്ഷം രൂപ കൊടുക്കാം വേഗനാറ്. ഓക്കെ, നമ്മള് നെഗോഷ്യബിൾ ആയി ചെയ്ത് കൊടുക്കാൻ പറ്റും. ചെറുതായിട്ട് മാറ്റം വരുത്തി. അതും ചെറുതായിട്ട് എന്തായാലും മാറ്റം വരുത്തി തരും ചെയ്യാം. ടയർ ആവറേജ് ടയർ ഉണ്ട്. ആക്സിഡന്റ് റീപ്ലേസ് എന്തെങ്കിലും വണ്ടിക്ക്? ഡിക്കി മാറിയിട്ടുണ്ട്. പിന്നെ മേജർ പരിപാടി ഒന്നും ഇല്ലല്ലോ? മേജർ ആക്സിഡന്റ് ഒന്നുമില്ല. ഡിക്കി മാത്രം റീപ്ലേസ് ചെയ്തു. ഡിക്കി റീപ്ലേസ് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം മൈലേജ് വാഹനമാണ്. അത്യാവശ്യം എൻക്വയറി ഉള്ള ഒരു വണ്ടി. അതെ. പഴയ മോഡൽ വാഗനർ കുറച്ചും കൂടെ എൻക്വയറി ഉള്ള ഒരു വാഹനമാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ആയിട്ട് നല്ല സെഡാൻ വണ്ടി പരിചയപ്പെടാം. സിംഗിൾ ഓണർ വണ്ടിയില്ലേ? ഇത് എങ്ങനെ ഡീറ്റെയിൽസ് വരുന്നത്? 2023 മോഡല് SMT ഓട്ടോമാറ്റിക് CVT വരും. ഓക്കെ, CVT പറയുമ്പോ ലാഗിംഗ് ഒന്നും ഇല്ലാത്ത ഓട്ടോമാറ്റിക് വാഹനമാണ്. പെട്രോൾ അല്ലേ? അതെ, പെട്രോൾ. അത്യാവശ്യം പവറും ഉണ്ടാവും അല്ലേ? വെറും 15,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. DR വരുന്നുണ്ട്. പിന്നെ 15,000 കിലോമീറ്റർ. അപ്പൊ ഓട്ടോമാറ്റിക്കിന് ഏകദേശം ഒരു 15-18 റേഞ്ച് ഇല്ല, 15ന്റെ താഴെ കിട്ടുള്ളൂ. ആവറേജ് മൈലേജും കിട്ടും. ആക്സിഡന്റ് എന്തെങ്കിലും വണ്ടിക്ക്? ഒന്നുമില്ല. റീപ്ലേസ്മെന്റ് ആക്സിഡന്റ് ഒന്നും ഇല്ലാത്ത വാഹനമാണ്. പുറകു വശത്തോട്ട് വരികയാണെങ്കിൽ നല്ല നീറ്റിൽ തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. നമ്മൾ ഇന്ത്യയുടെ ഭാഗത്തോട്ട് വരികയാണെങ്കിൽ നല്ല അടിപൊളി സീറ്റ് കവേഴ്സ് വരുന്നുണ്ട്. കമ്പനി സ്റ്റീരിയോ വരുന്നുണ്ട്. AC ഒക്കെ കൂളിംഗ് അല്ലേ? പക്ക 23 വണ്ടിയല്ലേ? വെറും 15,000 കിലോമീറ്റർ പറയേണ്ട ആവശ്യമില്ല. പുതിയ വാഹനം തന്നെ. എയർ ബാഗ് വരുന്നുണ്ട്. എല്ലാ ഫീച്ചേഴ്സും വരുന്ന വാഹനം. നമുക്കൊരു അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിന് കൊടുക്കാൻ സാധിക്കും. എത്ര ചോദിക്കണം? 9,25,000 രൂപ. 9,25,000 ഓട്ടോമാറ്റിക് വാഹനം നമുക്ക് കൊടുക്കാം. അല്ല, എത്ര ലോൺ കയറ്റാം? അതൊക്കെ മാക്സിമം കയറും. 90% ലോണും കയറും. ചെറിയൊരു തുക ഡൗൺ പേയ്മെന്റ് ഇറക്കാനും സാധിക്കും. ഇത് 2016 മോഡല് GD SP ആണ് വരുന്നത്. ഡബിൾ എയർ ബാഗ് വരുന്ന വണ്ടിയാണ്. സിംഗിൾ ഓണർ വണ്ടി. ഡീസൽ 1,20,000 കിലോമീറ്റർ. സർവീസ് അവൈലബിൾ ആണ്. കമ്പനി സർവീസ്. സിംഗിൾ ഓണർ വണ്ടി. അലോയിലൊക്കെ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പുറകുവശത്തോട്ട് വരികയാണെങ്കിൽ സ്പോയിലർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ റിവേഴ്സ് ക്യാമറ ഒക്കെ വരുന്ന വാഹനം അല്ലേ? റീപ്ലേസ്മെന്റ് എന്തെങ്കിലും വണ്ടിക്ക്? ഒന്നുമില്ല. നമ്മൾ ഇന്ത്യയുടെ ഭാഗത്തോട്ട് വരികയാണെങ്കിൽ നല്ല തരക്കേടില്ലാത്ത അടിപൊളി ഇന്ത്യയിൽ കേട്ടോ. സീറ്റ് കവേഴ്സ് ചെയ്തിട്ടുണ്ട്. ഹാൻഡ് റെസ്റ്റ് വരുന്നുണ്ട്. സ്റ്റീരിയോ വരുന്നുണ്ട്. AC ഒക്കെ പക്ക കൂളിംഗ്. AC ആണ്. യാതൊരുവിധ ആക്സിഡന്റോ റീപ്ലേസ് ഒന്നും ഇല്ലാത്ത നല്ല
ഡുവൽ എയർ ബാഗ് വരുന്ന വാഹനം അല്ലേ? അതെ ഡുവൽ എയർ ബാഗ് SP ആണ്. ഓക്കെ, നമുക്കപ്പോ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിന് കൊടുക്കാൻ സാധിക്കും വണ്ടി? അതെ അതെ അതെ. എത്ര കൊടുക്കാം? നമ്മൾ 6,10,000 രൂപയാണ്. എന്തെങ്കിലും ചെറിയ മാറ്റങ്ങൾ 6,10,000 രൂപ കൊടുക്കാം. അതിൽ എന്തെങ്കിലും മാറ്റം വരുത്തി കൊടുക്കാം. സിംഗിൾ ഓണർ യൂസ് ചെയ്ത് HS കിട്ടാൻ ഭയങ്കര പാടാണ്. അതും ഡീസൽ കേരള വണ്ടി, ഒറിജിനൽ കേരള വണ്ടി. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ആയിട്ട് ഒരുപാട് പേര് ആവശ്യപ്പെടുന്ന ഒരു വാഹനമാണ് പോളോ. ഇതിന്റെ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ 2019 മോഡല് കംഫർട്ട് ലൈനിൽ കപ്പ് എഡിഷൻ എന്ന് പറഞ്ഞാൽ ലിമിറ്റഡ് എഡിഷൻ വരുന്ന വാഹനമാണ്. അതെ, പോളോന്റെ തീർച്ചയായിട്ടും അതൊരു ലിമിറ്റഡ് എഡിഷൻ വാഹനമാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് വേറെ എക്സ്ട്രാ ഫീച്ചേഴ്സ്, ഡയമണ്ട് കട്ട് അലോയ് വീൽസ് കാര്യങ്ങൾ, സീറ്റ് കവർ കമ്പനി കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്ത് വരുന്ന വാഹനമാണ്. ഓക്കെ. പിന്നെ ടയർ ഏകദേശം 80-90% ടയറും വരുന്നുണ്ടല്ലേ? 2 ടയർ കുറവുണ്ട്, പിന്നെ 2 ടയർ 90% ഉണ്ട്. ഓക്കെ, പെട്രോൾ ആണ്, ആവറേജ് മൈലേജ് കിട്ടുള്ളൂ. അപ്പൊ അതിന്റെ ഫാൻസ് വന്നാല് 1 ലിറ്റർ ആണ്, ഇത് മൈലേജ് ഉണ്ടാവും. 1 ലിറ്റർ ആണ്, 1.0 ആണ് MPI എഞ്ചിൻ. ഏകദേശം എത്ര മൈലേജ് കിട്ടും ഇതിന്? എന്തായാലും ഒരു 16 ലെവലിലൊക്കെ മൈലേജ് ഉണ്ടാവും. കമ്പനി സിസ്റ്റം വരുന്നുണ്ട്. 56,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള സെക്കൻഡ് ഓണർ അല്ലേ? ഓക്കെ, നല്ല ക്വാളിറ്റി ഉള്ള വാഹനമാണ് കേട്ടോ. നമ്മൾ എത്രയാണ് ആസ്കിംഗ് പ്രൈസ് വണ്ടിക്ക്? ഇത് നമ്മള് 6,75,000 രൂപ. 6,75,000 രൂപയ്ക്ക് വണ്ടി കൊടുക്കാം. അതെ പോളോ. അതെ. അതില് എത്ര ലോൺ ആയിട്ട് കൊടുക്കാം? മാക്സിമം കയറും 90% ലോണും കയറ്റി കൊടുക്കും. ഓക്കെ. അപ്പൊ നെക്സ്റ്റ് ആയിട്ട് സ്വിഫ്റ്റ്, പഴയ മോഡൽ സ്വിഫ്റ്റ്. ഒരുപാട് പേര് എൻക്വയറി ചെയ്യുന്ന ഒരു വാഹനമാണ്. അത് മെയിൻ്റെനൻസ് കുറവുള്ള ഒരു വാഹനം. ഇതിന്റെ ഡീറ്റെയിൽസ് വരുന്നത് 2009 മോഡലാണ്. 9 മോഡൽ ഡീസൽ. അതെ. ഓക്കെ, നല്ല അടിപൊളി അലോയ് വീൽസ് കയറ്റിയിട്ടുണ്ട്. ഓണർഷിപ്പ് ഒക്കെ എത്ര വരുന്നത്? ഇത് തേർഡ് ഓണർ വണ്ടിയാണ്. തേർഡ് ഓണർ അല്ലേ? അതെ. കിലോമീറ്റർ 1,20,000. 1,20,000 കിലോമീറ്റർ. അതെ. സർവീസ് ഹിസ്റ്ററി നമ്മൾ ചെക്ക് ചെയ്തിട്ടില്ല. ക്വാളിറ്റി എങ്ങനെയുണ്ട് വണ്ടി? ക്വാളിറ്റി ഉണ്ട് വണ്ടി, പിന്നെ റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ഏസിയും വർക്കിംഗ് കാര്യങ്ങളൊക്കെ കണ്ടീഷനാണ്. പക്ക കണ്ടീഷൻ അല്ലേ? നമ്മൾ ജസ്റ്റ് ഒന്ന് ഇന്റീരിയർ വശത്തോട്ട് വരികയാണെങ്കിൽ നല്ല ക്വാളിറ്റി ഇന്റീരിയർ തന്നെ കേട്ടോ. സീറ്റ് കാസ്റ്റ് ചെയ്തിട്ടില്ല, പിന്നെ കമ്പനീനല്ല, ഇൻബിൽഡ് സ്റ്റീരിയോ അല്ല, വേറെ എക്സ്ട്രാ സ്റ്റീരിയോ ചെയ്തിട്ടുണ്ട്. പിന്നെ AC ഒക്കെ നല്ല കൂളിംഗ് ആണ്. അത്യാവശ്യം തിരക്കേടില്ലാത്ത ഇന്റീരിയർ അല്ലേ? നല്ല വണ്ടിയാണ്. 22 കിലോമീറ്റർ മൈലേജും കിട്ടും. അതെ. എത്രയാണ് അപ്പൊ ആസ്കിംഗ് പ്രൈസ് വണ്ടി? നമ്മൾ 2,35,000 രൂപ കൊടുക്കാം. 2,35,000 കൊടുക്കാം. അതെ. ഓക്കെ, അപ്പൊ എത്ര ലോണ് കയറുമോ? ഇതിന് ലോണ് പ്രൈവറ്റ് ലോൺ ചെയ്യാൻ കഴിയും. ഓക്കെ, ബാങ്ക് ലോൺ കയറാൻ സാധ്യത കുറവാണ്. അപ്പൊ നെക്സ്റ്റ് ആയിട്ട് ഒരു മിനി SUV പരിചയപ്പെടാല്ലേ? അതെ. അതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയായിരുന്നു? ഇത് 2021 മോഡല് VXI പ്ലസ് ആണ്. ടോപ്പ് എൻഡ് വേരിയന്റ് ആണ്. 26,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓണർഷിപ്പ് സിംഗിൾ ഓണർ. നല്ല അടിപൊളി വണ്ടി കേട്ടോ. ഒരു സ്ക്രാച്ച് കാര്യങ്ങളൊന്നും കാണാൻ തന്നെ ഒന്നുമില്ല, നല്ല ക്വാളിറ്റി വണ്ടി. ആവറേജ് ടയറും വരുന്നുണ്ട്. പിന്നെ റൂഫ് റെയിൽ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇന്ത്യയുടെ ഭാഗത്തോട്ടൊക്കെ വരികയാണെങ്കിൽ നല്ല കിടിലൻ സീറ്റ് കവേഴ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. കമ്പനി സ്റ്റീരിയോ വരുന്നുണ്ട്. പിന്നെ AC ഒക്കെ പക്കല്ലേ? ഒക്കെ പക്ക. 26,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർ വണ്ടി. എയർ ബാഗ്, 2 എയർ ബാഗ് കാര്യങ്ങളൊക്കെ വരുന്ന വാഹനമല്ലേ? എത്രയാണ് നമ്മൾ ആസ്കിംഗ് പ്രൈസ് വണ്ടി? 4,75,000 രൂപ. 4,75,000 രൂപ കൊടുക്കാം. ടോപ്പ് എൻഡ് വേരിയന്റ്. അതെ. ഓക്കെ, നല്ല തർക്കമില്ലാത്ത ക്വാളിറ്റി വാഹനമാണ്. ലോണും കിട്ടും. അപ്പൊ ചെറിയ തുക ഉണ്ടെങ്കിൽ നമുക്ക് ഒരു മിനി SUV സ്വന്തമാക്കാം. നമുക്ക് നല്ലൊരു വാഗനാർ പരിചയപ്പെടാം അല്ലേ? ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ വരുന്നത്? ഇത് 2020 മോഡല് 1.2 എഞ്ചിൻ വരുന്ന VXI മാനുവൽ ആണ്. അതെ. സ്കാറ്റിംഗ് കിറ്റ് കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. ഓണർഷിപ്പോ സിംഗിൾ ഓണർ വണ്ടി, വെറും 25,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർ വണ്ടി കേട്ടോ, 25,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല അല്ലേ? നല്ല തരക്കേടില്ലാത്ത വാഹനമാണ്. നമ്മള് ഒരു 30,000 രൂപയുടെ എക്സ്ട്രാ ഫിറ്റിംഗ്സ് തന്നെ ചെയ്തിട്ടുണ്ട്. സ്കേർട്ടിങ് കാര്യങ്ങള്, സീറ്റ് കവേഴ്സ് കമ്പനി തന്നെ അത്യാവശ്യം എമൗണ്ട് ഇറക്കിയിട്ടുള്ള ഒരു വാഹനം തന്നെയാണ് കേട്ടോ. നമ്മുടെ സുഹൃത്തിന്റെ വണ്ടിയും കൂടിയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ധൈര്യത്തിനാണ് കൊടുക്കുന്നത്. നമ്മൾ ഇന്ത്യയുടെ ഭാഗത്തോട്ട് വരികയാണെങ്കിൽ നല്ല അടിപൊളി സീറ്റ് കവേഴ്സ് ചെയ്തിട്ടുണ്ട്. കമ്പനി സ്റ്റീരിയോ, എയർ ബാഗ് തുടങ്ങിയ എല്ലാ ഫീച്ചേഴ്സും വരുന്ന വാഹനമാണ്. എത്രക്ക് നമുക്ക് കൊടുക്കാൻ വേണ്ടി? ഇത് 5,75,000 രൂപ ആസ്ക് ചെയ്യുന്നത്. 5,75,000 തീർച്ചയായിട്ടും അഫോർഡബിൾ റേറ്റ് ആണ്. പുതിയ ഒരു വാഗനാർ അന്വേഷിച്ച് നടക്കുന്നവർക്ക് പറ്റിയ വാഹനം. VXI ഇപ്പൊ 1.2 ഇപ്പൊ ഇറങ്ങുന്നില്ലല്ലേ? അപ്പൊ തീർച്ചയായിട്ടും റയർ ആയിട്ടുള്ള വണ്ടിയാണ്. എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്ത് വേണ്ടവര്. അപ്പൊ അടുത്തതായിട്ട് കുറഞ്ഞ കിലോമീറ്റർ ഓടിയ ഒരു ബ്രസ, റയർ കളക്ഷൻ അല്ലേ? ഡീസൽ. ഇതിന് എത്ര കിലോമീറ്റർ ഓടിയുണ്ട് വണ്ടി? 33,000 കിലോമീറ്റർ. 33,000 കിലോമീറ്റർ ഓടി സിംഗിൾ ഓണർ ആണ്. സർവീസ് ഒക്കെ പക്കല്ലേ? സർവീസ്, ആക്സിഡന്റ് റീപ്ലേസ്, മേജർ ആക്സിഡന്റ്സ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല.
ZDI പ്ലസ് അല്ലല്ലോ, അല്ല ZDI ആണ്, ZDI ആണ്, AMT ആണ്, ഓട്ടോമാറ്റിക് ആണ്. അതെ. ഓക്കെ, അപ്പൊ ഡീസൽ ഏകദേശം ഒരു 10-18 മൈലേജ് കിട്ടും. സെൻസർ വരുന്നുണ്ട്. പിന്നെ ടയർ ആവറേജ് ടയർ ഉണ്ട്, 4 ബ്ലാക്ക് അലോയ് വീൽസ് ആണ്. പിന്നെ നമ്മൾ ഇന്ത്യയിൽ വശത്തോട്ട് വരികയാണെങ്കിൽ LCD കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ഫിറ്റിംഗ്സ് ചെയ്തിട്ടുണ്ട്. വലിയൊരു ഇൻഫോർട്ടൈൻമെന്റ് സിസ്റ്റം ചെയ്തിട്ടുണ്ട്. ബ്രസ എന്നുള്ളൊരു കളർ ലൈറ്റിംഗ് കൊടുത്തിട്ടുണ്ടല്ലേ. നല്ല തരക്കേടില്ലാത്ത ഇന്റീരിയർ ആണ്. പിന്നെ ഹാൻഡ് റെസ്റ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമ്മൾ എത്രയാണ് വണ്ടിക്ക് ആസ്കിംഗ് പ്രൈസ്? നമ്മൾ 10,95,000 രൂപ. 10,95,000 രൂപയ്ക്ക് ഓട്ടോമാറ്റിക് ഡീസൽ പ്രസ് നമുക്ക് കൊടുക്കാം. അതെ, വെറും 33,000 കിലോമീറ്റർ ഓടി, സിംഗിൾ ഓണർ വണ്ടി. അതെ, നെഗോഷ്യബിൾ ആയിട്ട് ചെയ്ത് കൊടുക്കും ചെയ്യാം. നമുക്ക് ചെറുതായിട്ടൊക്കെ വ്യത്യാസം വരുത്തി തരാം. ഡീസലാണ്, ഡിമാൻഡ് ഉള്ള വണ്ടിയാണ്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ആയിട്ട് വീണ്ടും ഒരു ബ്രസ. ഇതും അത്ര വലിയ കിലോമീറ്റർ ഓടിയുള്ള വാഹനമല്ല, ഡീസൽ. ഇതും 2019 മോഡലാണ്, മാനുവൽ ആണ് വരുന്നത്. VDI അതെ, ഡീസൽ. അതെ, അപ്പൊ അത്യാവശ്യം മൈലേജ് കിട്ടും, ഒരു 10 റേഞ്ച് മൈലേജ് കിട്ടും. നമ്മള് ഇന്ത്യയുടെ വശത്തോട്ടൊക്കെ വരികയാണെങ്കിൽ നല്ല ഇന്റീരിയർ ആണ്. സീറ്റ് കവേഴ്സ് ഒക്കെ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. വലിയൊരു ഇൻഫോർട്ടൈൻമെന്റ് സിസ്റ്റം ചെയ്തിട്ടുണ്ട്. ഡ്യുവൽ എയർ ബാഗ് വരുന്നുണ്ട്. ഓക്കെ, നല്ല തരക്കേടില്ലാത്ത. ആക്സിഡന്റ് ഉണ്ടോ വണ്ടിക്ക്? ഒന്നുമില്ല. റിവേഴ്സ് സെൻസർ ഒക്കെ വരുന്നുണ്ട്. ആവറേജ് ടയറും വരുന്ന വാഹനല്ലേ. എത്രയാണ് നമ്മൾ ഈ വാഹനത്തിന്? 9,25,000 രൂപ. 9,25,000 രൂപ വാഹനം കൊടുക്കും. അതിൽ ലോൺ എത്ര കയറും? ഇതൊക്കെ 90% എല്ലാ വണ്ടിക്കും കയറും. 90% ലോണും കയറും കേട്ടോ. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ആയിട്ട് വീണ്ടും ഒരു ബ്രസ. അതിന്റെ ഡീറ്റെയിൽസ് ഇത് 2017 മോഡലാണ്. 17 മോഡൽ ഡീസൽ അലോയ് വരുന്ന വാഹനം ചെയ്തിട്ടുണ്ട്. പിന്നെ വണ്ടി എങ്ങനെയാണ് കണ്ടീഷൻ കാര്യങ്ങളൊക്കെ? നല്ല വണ്ടിയാണ്, മേജർ ആക്സിഡന്റ്സ് ഇല്ല. പക്ഷെ ബോണറ്റ് മെയിൻ ഗ്ലാസും മാറിയിട്ടുണ്ട്. അതെ, മേജർ ആയിട്ടുള്ള അബ്രോണോ കാര്യങ്ങളോ വർക്കോ കാര്യങ്ങളൊന്നും ഇല്ല. ഒരു തവണ മെയിൻ ഗ്ലാസ് മാറിയിട്ടുണ്ട്, ഒരു തവണ ബോണറ്റും മാറിയിട്ടുണ്ട്, റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. രണ്ടും വേറെ ടൈമിലാണ്. അതെ. തേർഡ് ഓണറാണ് വരുന്നത്. 4,000 കിലോമീറ്റർ ഓടിയുണ്ട്. ഡീസലാണ്. നമ്മൾ ഇന്ത്യൻ വശത്തോട്ട് വരികയാണെങ്കിൽ നല്ല തരക്കേടില്ലാത്ത ഇന്റീരിയർ ആണ്. കമ്പനി സ്റ്റീരിയോ വരുന്നുണ്ട്. പിന്നെ അടിപൊളി സീറ്റ് കവേഴ്സ് ചെയ്തിട്ടുണ്ട്. AC ഒക്കെ പക്ക കൂളിംഗ്. വണ്ടി കണ്ടീഷൻ വണ്ടി. എത്രയാണ് അപ്പൊ ആസ്കിംഗ് പ്രൈസ്? 7 ലക്ഷം രൂപ കൊടുക്കാം. 7 ലക്ഷം രൂപ കൊടുക്കാം. അതെ, ഡീസൽ പ്രസ. ഓക്കെ, അത്യാവശ്യം നെഗോഷ്യബിൾ ആയിട്ടുള്ള റേറ്റ് ആണ് കേട്ടോ. 7 ലക്ഷം രൂപയ്ക്ക് 2017 വണ്ടി VDI. അപ്പൊ നെക്സ്റ്റ് ആയിട്ട് ഒരു 7 സീറ്റർ പരിചയപ്പെടാല്ലേ, ബെലറോ. ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയായിരുന്നു? ഇത് 2018 മോഡല്. 18 മോഡല് ZLX പവർ പ്ലസ് എമോക്ക് എഞ്ചിൻ വരുന്ന വാഹനം. അതെ, വെറും 37,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓണർഷിപ്പ് സിംഗിൾ ഓണർ വണ്ടി. സിംഗിൾ ഓണർ യൂസ് ചെയ്ത വണ്ടിയാണ്. ടയർ വാസ്തവ നോക്കുകയാണെങ്കിൽ ഏകദേശം 80-90% തന്നെ ടയർ ഉണ്ട്. ടയറിന്റെ ഭാഗത്തേക്ക് നോക്കുക തന്നെ വേണ്ട. സിംഗിൾ ഓണർ യൂസ് ചെയ്ത ലോ കിലോമീറ്റർ 2018 വണ്ടി. 18 വാഹനല്ലേ. നമ്മൾ ഇന്ത്യയുടെ വശത്തോട്ട് നോക്കുകയാണെങ്കിൽ നല്ല കിടിലൻ ഇന്റീരിയർ ആണ് വരുന്നത്. സീറ്റ് കവേഴ്സ് ഒക്കെ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം തരക്കേടില്ലാത്തൊരു വാഹനല്ലേ. എത്ര ആസ്കിംഗ് പ്രൈസ്? നമ്മൾ 8,25,000 രൂപ. 8,25,000 രൂപ വണ്ടി കൊടുക്കാം. അതിൽ മാക്സിമം എത്ര ലോൺ ചെയ്യാം? 90% ലോൺ ചെയ്യാം. ഓക്കെ, അപ്പൊ ചെറിയൊരു തുക ഡൗൺ പേയ്മെന്റ് ഉണ്ട്. നമുക്ക് 7 സീറ്റർ ഉണ്ടാക്കാം. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും തന്നെ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എല്ലാം നെഗോഷ്യബിൾ റേറ്റ് ആണ്, ഫിക്സഡ് റേറ്റ് അല്ല. മലയിൽ മീഡിയ നിന്ന് വരുന്ന പ്രേക്ഷകർക്ക് തീർച്ചയായിട്ടും നല്ലൊരു റേറ്റ് നമുക്ക് കുറച്ച് തരുന്നതായിരിക്കും. നല്ല ക്വാളിറ്റി വാഹനങ്ങൾ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാൻ മറക്കരുത്. താഴെ നമ്പർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുമായിരിക്കും. ഗുഡ് ബൈ.